ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷീസ്കോ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഡൈവ് ചെയ്ത് പോകാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും SIR രജിസ്ട്രേഷൻ. എന്താണ് SIR? എന്തുകൊണ്ടാണ് അതിപ്പോൾ നടക്കുന്നത്? എങ്ങനെയാണ് ഇത് നിങ്ങളെയും എന്നെയും ഒക്കെ ബാധിക്കുന്നത്? എന്താണ് SIR? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ബിഗ് ടാർഗറ്റഡ് ഡ്രൈവ് ആണ് SIR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ചെയ്യാറുള്ള വാർഷിക അപ്ഡേറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രൗണ്ട് അപ്പ് റിവ്യൂ എന്നുള്ള നിലയിലാണ് SIRന് ഇമ്പോർട്ടൻസ് കൂടുന്നത്. അതായത് വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ടർ ഡീറ്റെയിൽസ് ശേഖരിക്കുക, അതേപോലെ തന്നെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എൻട്രീസ് ഒഴിവാക്കുക തുടങ്ങിയവയാണ് SIRന്റെ ലക്ഷ്യങ്ങൾ. എന്താണ് SIRന്റെ ലക്ഷ്യം? വോട്ടർ പട്ടിക കൃത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കലാണ് SIRന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് SIR ഇപ്പോൾ നടക്കുന്നത്? പ്രധാനമായിട്ടും കുറച്ച് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് വലിയ തോതിൽ അർബനൈസേഷൻ, മൈഗ്രേഷൻ, അതായത് നഗരവൽക്കരണവും അതേപോലെ തന്നെ മൈഗ്രേഷനും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ കോൺസ്റ്റിറ്റ്യുവൻസി മാറാനും ആളുകളുടെ എണ്ണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കണക്കെടുപ്പിലും ഒക്കെ മാറ്റം വരാനുമുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള കാരണം. രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ആണ്. അതായത് മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും, അവരുടെ കണക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടണം. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ടാവും, അതായത് ചിലപ്പോൾ എൻട്രീസ് ഒക്കെ 1-2 തവണ വന്നിട്ടുണ്ടാവാം, അത് റിമൂവ് ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് കൺസേൺ തന്നെയാണ്. അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ, ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൂടെയാണ് SIR ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന് എന്ന് പറയുന്നത് 2002-2005 കാലഘട്ടത്തിലായിരുന്നു ലാസ്റ്റ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നത്. അതായത് ഏകദേശം ഇപ്പോൾ 2025 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് 2005 നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ. അപ്പൊ അത്രയും വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ ഏറ്റവും എല്ലാത്തിലും ഉപരിയായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതായത് ആർട്ടിക്കിൾ 324 പ്രകാരവും അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരവും ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക നിർമ്മിക്കുക, അത് കൃത്യമായിട്ട് തെറ്റുകളില്ലാതെ നിർമ്മിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു സമയത്ത് SIR നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എവിടെയൊക്കെയാണ് ഇപ്പോൾ SIR നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും കൂടെ 12 സ്ഥലങ്ങളിലാണ് SIR ഇപ്പോൾ നടക്കുന്നത്. അതായത് ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, കേരളം, അതേപോലെ തന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, അതേപോലെ പുതുച്ചേരി എന്നീ യൂണിയൻ ടെറിട്ടറീസിലുമാണ് ഇപ്പൊ SIR നടക്കുന്നത്. ഇതൊരു ലോക്കൽ ആയിട്ടുള്ള സർവേയോ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തന്നെ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യണം. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് ഉള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്യൂമറേഷൻ ആണ്. നവംബർ 4 മുതൽ എന്യൂമറേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡിസംബർ 9 വരെ, അതായത് നവംബർ 4 മുതൽ ഡിസംബർ 9 വരെയുള്ള സമയത്ത് ഡ്രാഫ്റ്റ് റോള് പ്രിപ്പയർ ചെയ്യും. ഡിസംബർ 9 ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ ഡിസംബർ 9 തൊട്ട് ജനുവരി 8 വരെയുള്ള സമയം നമുക്കതിൽ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യാനും ക്ലെയിം ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്.
ഇനി ജനുവരി 8 ശേഷം ഫെബ്രുവരി 7 വരെ നമുക്ക് ഈ ഒരു ഫൈനൽ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അതായത് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ഒബ്ജക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് എന്യൂമറേഷൻ പീരീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് SIR രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ജനുവരി 1 18 വയസ്സാവുകയോ അല്ലെങ്കിൽ അതിന് മുൻപോ 18 വയസ്സായ ആർക്കും SIR രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ, അതായത് 2002 2005 കാലഘട്ടത്തിൽ നടന്ന SIRൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ പുതുതായി ഡാറ്റാസ് നൽകേണ്ടതില്ല. അവർക്ക് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പുതുതായി ഡോക്യുമെന്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് നൽകേണ്ട കാര്യമില്ല. അവര് പഴയ ഡോക്യുമെന്റ്സ് ലിങ്ക് ചെയ്താൽ മതി എന്നുള്ളവർക്ക് അത് ലിങ്ക് ചെയ്താൽ മതി. മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൽ ഉള്ള ഉദ്യോഗസ്ഥരാണ്. അതായത് 2 തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് SIR രജിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നത്. ഒന്ന് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർ. അവർ ചെയ്യുന്നത് ഡ്രാഫ്റ്റ് റോള് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ഇതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. അതേപോലെ ബൂത്ത് ലെവൽ ഓഫീസർ. ബൂത്ത് ലെവൽ ഓഫീസറാണ് എന്യൂമറേഷൻ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ഈ വീടുകൾ തോറും കയറി ഇറങ്ങി ഡാറ്റാസ് സ്വീകരിക്കുന്നത്. അവർക്ക് വരുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ അധികമാണ്. നമ്മളൊരു ബൂത്ത് ലെവൽ ഓഫീസറിന്റെ ആത്മഹത്യയൊക്കെ ഇപ്പൊ അടുത്ത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഇതിന്റെ ഒരു ക്രിറ്റിസിസം തന്നെയാണ്. പിന്നെ എന്താണ് ഇതിന്റെ ക്രിറ്റിസിസംസ് എന്ന് നമുക്ക് നോക്കാം. SIRന് വരുന്ന ക്രിറ്റിസിസംസ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്യൂമറേഷന്റെ ഒരു സംഗതിയാണ്. അതായത് ഈ എന്യൂമറേഷൻ നടക്കുന്ന സമയത്ത് ആബ്സെന്റ് ആണെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും. അത് കൊടുക്കാൻ ക്ലെയിം ഒബ്ജക്ഷൻസ് സമയമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് വീണ്ടും കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് അഭിപ്രായപ്പെടുന്ന ചിലരുണ്ട്. അതേപോലെ തന്നെ ഇത് ചില രാഷ്ട്രീയപരമായിട്ട് ചില ഗ്രൂപ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സർവേ ആണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. കാരണം അതിനുള്ള തെളിവുകളൊക്കെ പലരും മുന്നോട്ട് വെച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി തന്നെയാണ്. അതായത് ആബ്സെന്റ് ആണെങ്കിൽ, എന്യൂമറേഷൻ നടക്കുന്ന സമയത്ത് ആബ്സെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇനി പുറത്തുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ NRIs ആണെങ്കിൽ അവരെന്ത് ചെയ്യും തുടങ്ങിയ ചില കൺസേൺസ് ഒക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ ഓൾഡർ ലിസ്റ്റിലുള്ള ആളുകൾ, അതായത് 2002 2005 കാലഘട്ടത്തിൽ നടന്ന SIR അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ട്. അതേപോലെ തന്നെ ആ സമയത്തും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ കൂടി ഇത്തവണത്തെ SIRലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കൺസേൺ ആയിട്ട് പറയുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം ക്രിറ്റിസിസംസ് ഒക്കെ SIRന് ഉണ്ടെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് അവരുടെ ഒരു ഡ്യൂട്ടിയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിതസ്ഥിതിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫസ്റ്റ് തിങ് ഈസ്, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ SIR നടക്കുന്നുണ്ടോ, അത് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ BLOs, അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വരുന്ന സമയത്ത് അവരോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്കൊരു എക്സ്ട്രാ ബേർഡൻ ഉണ്ടാക്കി കൊടുക്കാതെ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഡീറ്റെയിൽസ് നൽകുക. അതേപോലെ തന്നെ എന്യൂമറേഷൻ ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഇനി എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് റോള് വരുമ്പോൾ ആ തെറ്റ് ക്ലെയിം ചെയ്യുക, അതിനെതിരെ ഒബ്ജക്ഷൻസ് ഉന്നയിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക. എന്താണിത് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും സൊസൈറ്റി ആയിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആസ് എ സിറ്റിസൺ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം അത് മാത്രമാണ്. കാര്യം നമ്മളാണ് വോട്ട് ചെയ്യുന്നത്. നമ്മുടെ വോട്ടും നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ മാറ്റർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്.
ബ്യൂറോക്രാറ്റ്സിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കണക്കിലെടുക്കാതെ 18 വയസ്സായ ആളുകളും 18 വയസ്സ് പൂർത്തിയായവരും 18 വയസ്സിന് മുകളിലുള്ളവരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, അവയർനെസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഈ വീഡിയോയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് and my channel. And also I'll be bringing more explainers like this in the coming videos. So bye bye.